സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലൂടെ സഞ്ചാരം തുടരുകയാണ് ഞങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ OR താംബോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ജോഹനാസ്ബർഗിൽ നിന്ന് ഇനി ദക്ഷിണാഫ്രിക്കയുടെ തെക്കൻ ഭാഗത്തേക്കുള്ള സഞ്ചാരം തുടരണം. വഴിയോരത്ത് കാണുന്നതെല്ലാം മനോഹര നിർമ്മിതികളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുമൊക്കെയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്തെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. ചില ഭാഗങ്ങളിൽ കോളനികൾ, ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലുള്ള വില്ല പ്രോജക്റ്റുകൾ. ആ കാഴ്ചകളിലൂടെ ഓടി ബസ് OR താംബോ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് അടുത്തു. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ പറക്കുന്നത് ജോർജ് എന്ന പട്ടണത്തിലേക്കാണ്. ജോർജിനടുത്താണ് മൊസൽബേ എന്ന പട്ടണം. ഇന്ന് രാത്രി ഞങ്ങൾ താമസിക്കുന്നത് മൊസൽബേയിലാണ്. ബസ് എയർപോർട്ടിലേക്ക് എത്തുന്നു. വമ്പനൊരു എയർപോർട്ടാണ് OR താംബോ. ദക്ഷിണാഫ്രിക്കയിലെ പ്രമുഖനായ രാഷ്ട്രീയക്കാരനും വർണ്ണവിവേചന വിരുദ്ധ പോരാളിയുമായിരുന്നു OR താംബോ എന്ന ഒളിവർ റെജിനാൾഡ് താംബോ. ഇവിടെ ബസ് പാർക്ക് ചെയ്ത് ആളുകളെ ഇറക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. 40 പേരടങ്ങുന്ന സഞ്ചാരത്തിന്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ യാത്ര. ഗംഭീരമായ അകത്തളമാണ് എയർപോർട്ടിൻ്റേത്. വലിയ അറൈവൽ ഏരിയ. അതിവിശാലമായ ഒരു എയർപോർട്ടാണിത്. ചെക്ക് ഇൻ കൗണ്ടറുകളിലേക്കാണ് ഞങ്ങളുടെ നടത്തം. ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. വെള്ളക്കാരുടെ ഭരണകാലത്ത് 1952 പ്രവർത്തനം തുടങ്ങിയ എയർപോർട്ടാണിത്. അക്കാലത്ത് യാൻ സ്മുട്സ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു പേര്. ഞങ്ങളുടെ സംഘാംഗങ്ങൾ ചെക്ക് ഇൻ ലഗേജ് മാത്രമേ കയ്യിലെടുത്തിട്ടുള്ളൂ. ബാക്കി ലഗേജ് എല്ലാം പോർട്ടർമാർ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് എത്തിച്ചുകൊള്ളും. അവർ അത് വലിയ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരും. സംഘത്തിലുള്ളവർ അതെല്ലാം വലിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ചെക്ക് ഇൻ നടപടികൾ കഴിഞ്ഞു. സെക്യൂരിറ്റി പരിശോധനയും കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഗേറ്റിലേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. ചെറിയ റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ എന്നിവയൊക്കെയുണ്ട് ഇവിടെ. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ഫ്ലൈറ്റ്. 5 മണിയാകുമ്പോഴേക്കും അത് ജോർജിലെത്തും. ഫ്ലൈ സഫയർ എന്നൊരു കമ്പനിയുടെ വിമാനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതൊരു ലോ കോസ്റ്റ് എയർലൈനാണ്. ഇന്ത്യയിൽ ഇൻഡിഗോ എന്ന പോലെ. സഞ്ചാരത്തിന്റെ അംഗങ്ങളാണ് അടുത്തടുത്തിരിക്കുന്നത്. എല്ലാ സീറ്റിലും ആളുണ്ട്. ഫ്ലൈ സഫയർ കൂടാതെ മാംഗോ, കുലുല എന്നിവയൊക്കെ ഇവിടുത്തെ ബജറ്റ് എയർലൈനുകളാണ്. സൗത്ത് ആഫ്രിക്കൻ എയർവേസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാന എയർലൈൻ. അവരുടെ ഹബ് ഈ എയർപോർട്ടാണ്. ഞങ്ങൾ യാത്ര പുറപ്പെടുകയായി. എയർലിങ്ക് എന്ന വിമാന കമ്പനിയുടെ ഒരു ഹബ്ബും ഇവിടമാണ്. അങ്കോള, ബോട്സ്വാന, കോങ്കോ, മൊസാംബിക്, മഡഗാസ്കർ, സാംബിയ, സിംബാബ്വെ, ഉഗാണ്ട, ടാൻസാനിയ എന്നിവിടങ്ങളിലേക്കെല്ലാം സർവീസ് നടത്തുന്ന വിമാന കമ്പനിയാണ് എയർലിങ്ക്. ഞങ്ങളുടെ ഫ്ലൈ സഫയർ വിമാനം റൺവേയിലൂടെ ഓടി ആകാശത്തേക്ക് ഉയർന്നു. താഴെ OR താംബോ ഇന്റർനാഷണൽ എയർപോർട്ട്. 2 റൺവേകളുള്ള എയർപോർട്ടാണിത്. അതിബൃഹത്തായ എയർപോർട്ട്. വെള്ളക്കാരുടെ ഭരണകാലത്ത് 1952 പ്രവർത്തനം തുടങ്ങിയതാണിത്. എയർലിങ്കും സൗത്ത് ആഫ്രിക്കൻ എയർലൈൻസും ഉൾപ്പെടെ 5 വിമാന കമ്പനികളുടെ ഹബ്ബാണ് ഈ എയർപോർട്ട്. പ്രതിവർഷം 1.25 കോടിയിലധികം യാത്രക്കാർ ഈ എയർപോർട്ടിലൂടെ കടന്നുപോകുന്നുണ്ട്. അവിടുത്തെ ഫ്യുവൽ സംഭരണ കേന്ദ്രങ്ങൾ, എയർപോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ സർവീസ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ താഴെ കാണാം. മുന്നോട്ടു പോകുമ്പോൾ ജോഹനാസ്ബർഗിലെ വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങളാണ് കാണുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ സാമ്പത്തിക തലസ്ഥാനവും വ്യാവസായിക വാണിജ്യ കേന്ദ്രസ്ഥാനവുമാണ് ഈ നഗരം. അതുകൊണ്ട് തന്നെ നിരവധി ഫാക്ടറികളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ഗോഡൌണുകളുമെല്ലാമാണ് താഴെ കാണുന്നവയിൽ കൂടുതലും. 3 തലസ്ഥാനമുള്ള രാജ്യം എന്നാണ് സൗത്ത് ആഫ്രിക്ക പൊതുവെ അറിയപ്പെടുന്നത്. പ്രിറ്റോറിയ ആണ് എക്സിക്യൂട്ടീവ് തലസ്ഥാനം അഥവാ ഭരണസിരാ കേന്ദ്രം. ജുഡീഷ്യൽ തലസ്ഥാനം ബ്ലൂം ഫൗണ്ടെയിൻ നഗരമാണ്. കേന്ദ്ര പാർലമെന്റും പ്രധാന സർക്കാർ ഓഫീസുകളുമുള്ള നിയമനിർമ്മാണ തലസ്ഥാനം കേപ്പ് ടൗൺ ആണ്. വിറ്റ്ഫീൽഡ് എന്ന പ്രദേശമാണ് ഇപ്പോൾ താഴെ കാണുന്നത്. അവിടെ റെസിഡൻഷ്യൽ ഏരിയകളാണ് കൂടുതലും. ഒരു ഭാഗത്ത് വെള്ളക്കാരുടെ റെസിഡൻഷ്യൽ ഏരിയകളാണെങ്കിൽ മറുഭാഗത്ത് ഈ ചേരിപ്പുരകൾ പോലെ കാണുന്നത് കറുത്തവരുടെ വാസയിടമാണ്. കറുത്തവരുടേത് തിങ്ങി നിറഞ്ഞ ചെറു വീടുകളാണെങ്കിൽ അതിന് തൊട്ടിപ്പുറം ആസൂത്രിതമായി നല്ല സ്ഥല സൗകര്യങ്ങളോടെ പണിതിരിക്കുന്നത് വെള്ളക്കാരുടേതാണ്.
വർണ്ണവിവേചനവും വെള്ളക്കാരുടേത് മാത്രമായ ഭരണവും അവസാനിച്ചെങ്കിലും ഇന്നും സൗത്ത് ആഫ്രിക്കയിലെ സാമ്പത്തിക രംഗത്തിന്റെ കടിഞ്ഞാൺ വെള്ളക്കാരുടെ കയ്യിൽ തന്നെയാണ്. രാജ്യത്തെ ഉപയോഗയോഗ്യമായ ഭൂമിയുടെ നല്ലൊരു പങ്കും ജനസംഖ്യയിൽ വെറും 7.3% മാത്രമുള്ള അവരുടെ കൈകളിലാണ്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വൻകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങളും കൂടുതലും വെള്ളക്കാരുടേത് തന്നെ. രാജ്യത്തെ ഭൂരിപക്ഷമായ കറുത്ത വർഗക്കാർ അത്തരം കമ്പനികളിലെ ജോലിക്കാർ മാത്രമാണ്. ഇതൊക്കെയാണെങ്കിലും സൗത്ത് ആഫ്രിക്കയിലെ വെള്ളക്കാരുടെ ജനസംഖ്യ വൻതോതിൽ ഇടിയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംഘത്തിലെ പലരും മയക്കത്തിലാണ്. പകലത്തെ ദീർഘമായ യാത്രകളുടെ ക്ഷീണം. 2 മണിക്കൂർ ദൈർഘ്യമുള്ള പറക്കലാണിത്. പുറത്ത് വിമാനത്തിന് താഴെ കനത്ത മേഘരാജി. കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പറക്കുന്ന അതേ ദൂരമുണ്ടാകും ജോഹനാസ്ബർഗിൽ നിന്നും ഞങ്ങൾ ഇനി പോകുന്ന ജോർജിലേക്ക്. ജോർജ് നഗരത്തിലെ എയർപോർട്ടിലേക്ക് വിമാനം പോയി ലാൻഡ് ചെയ്തു. 1977 പ്രവർത്തനം തുടങ്ങിയ എയർപോർട്ടാണ്. ഇവിടെയും ഫ്ലൈ സഫയറിന്റെ വിമാനങ്ങൾ കിടക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ചെറിയ വിമാനത്താവളങ്ങളിൽ മികച്ചതിനുള്ള പുരസ്കാരം 6 തവണ നേടിയിട്ടുണ്ട് ഈ എയർപോർട്ട്. വിമാനം നിന്ന ഉടനെ ലഗേജ് എടുക്കുന്ന ജോലിക്കാർ വന്ന് അതെല്ലാം ഇറക്കി തുടങ്ങി. ഞങ്ങൾ സീറ്റിൽ നിന്ന് എണീറ്റിട്ട് പോലുമില്ല. അതിനു മുൻപ് തന്നെ ലഗേജ് എല്ലാം എടുത്തു. യാത്രക്കാർ ടെർമിനലിലെത്തുമ്പോൾ ലഗേജ് അവിടെ എത്തിയിരിക്കണം. അതിനാൽ തിരക്കിട്ടാണ് ലഗേജ് നീക്കം. വിമാനത്തിന്റെ 1/3 ഭാഗം സീറ്റുകളിലും സഞ്ചാരം ഗ്രൂപ്പാണ്. ഇവിടെ എയറോ ബ്രിഡ്ജ് ഒന്നുമില്ല. നമ്മൾ ഗോവണി ഇറങ്ങി പാർക്കിംഗ് ഏരിയയിലൂടെ നടന്ന് ടെർമിനലിലേക്ക് പോകണം. ഞാൻ പണ്ടൊരിക്കൽ ഈ ജോർജ് എയർപോർട്ടിൽ വന്നിട്ടുള്ളതാണ്, 17 വർഷം മുൻപ്. അന്നിത് കുറച്ചുകൂടി ചെറിയ എയർപോർട്ടായിരുന്നു. ഇടയ്ക്കിടെ വിപുലീകരണം നടക്കുന്ന വിമാനത്താവളമാണിത്. വലിയ തിരക്കൊന്നുമില്ല. 2-3 വിമാനങ്ങളെ ഒരേ സമയത്ത് ഇവിടെ കാണാറുള്ളൂ. ടൂറിസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഇതിനെ ആശ്രയിക്കുന്നത്. പിന്നെ ജോർജ്, മൊസൽബേ, ഓട്ട്ഷോൺ തുടങ്ങിയ പട്ടണങ്ങളിലേക്ക് വരേണ്ട തദ്ദേശീയരും. ആളുകൾ ലഗേജ് എടുക്കുന്നു. എനിക്ക് വലിയ പെട്ടിയൊന്നുമില്ല. ഒരു ചെറിയ ട്രോളി ബാഗ് മാത്രമേ ഉള്ളൂ. ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതിനിധി കാത്തു നിൽക്കുന്നുണ്ട്. മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹമാണ് സഞ്ചാരം സംഘത്തെ ഇവിടെ കാഴ്ചകളിലേക്കൊക്കെ കൊണ്ടുപോവുകയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഗൈഡ്. എല്ലാവരുടെയും ലഗേജ് ഒക്കെ കിട്ടി. പുറത്ത് ബസ് കാത്തുകിടപ്പുണ്ട്. അങ്ങേയറ്റത്ത് കാണുന്നതാണ് ഞങ്ങൾക്കുള്ള ബസ്. 54 കിലോമീറ്റർ പോകാനുണ്ട് ജോർജിൽ നിന്ന് മൊസൽബേയിലേക്ക്. ഏതാണ്ട് 1 മണിക്കൂറിന്റെ യാത്ര. വിമാനത്തിൽ നിന്ന് കണ്ടപ്പോൾ ചെറിയൊരു എയർപോർട്ടാണെന്ന് തോന്നിയെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള എയർപോർട്ടാണിതെന്ന് മനസ്സിലായി. നമ്മുടെ കൊച്ചിയിലെ ഡൊമസ്റ്റിക് ടെർമിനലോളം വലിപ്പമുള്ളതാണിത്. സംഘമായി യാത്ര ചെയ്യുമ്പോൾ ലഗേജ് കയറ്റിവെക്കൽ ഒരു 15 മിനിറ്റ് നേരത്തെ പണിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് പാറ്റ് എന്നാണ്. പാറ്റാണ് ലഗേജ് ലോഡ് ചെയ്യാനൊക്കെ സഹായിച്ചത്. അധികം വർത്തമാനമൊന്നും പറയില്ലെങ്കിലും ആൾ രസികനാണെന്ന് പിന്നീട് മനസ്സിലായി. ഇനി മൊസൽബേ എന്ന പട്ടണത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. തീരപ്രദേശത്ത് നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ടുള്ള പട്ടണമാണ് ജോർജ്. എന്നാൽ ഇനി പോകുന്നതാകട്ടെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ കടൽ തീരത്തുള്ള നഗരത്തിലേക്കാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തേക്ക്. ആദ്യകാലത്ത് ഗൗറിക്വ, അറ്റൈക്വ, ഒട്ടേനിക്വ തുടങ്ങിയ ഗോത്രങ്ങളുടെ ആവാസ ഇടമായിരുന്നു ഈ പ്രദേശം. 18-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്യർ ഇവിടേക്ക് കടന്നുവരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ യൂറോപ്യൻ സെറ്റിൽമെന്റുകളും പട്ടണങ്ങളും വികസിച്ചു വരുന്ന കാലമായിരുന്നു അത്. ഈ ഘട്ടത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരു ടിംബർ പോസ്റ്റ് സ്ഥാപിച്ചു. അതിന്റെ മാനേജറും 12 മരം വെട്ടുകാരും ഒരു കൊല്ലനും ഇവരുടെയെല്ലാം കുടുംബവുമാണ് ജോർജിലെ ആദ്യ യൂറോപ്യൻ താമസക്കാർ. 1795 ബ്രിട്ടീഷുകാർ ഇവിടമെല്ലാം പിടിച്ചടക്കി. അവരാണ് ബ്രിട്ടനിലെ ജോർജ് മൂന്നാമന്റെ പേര് ഈ പ്രദേശത്തിന് നൽകിയത്. ഇന്ത്യൻ മഹാസമുദ്രമാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഞങ്ങൾ മൊസൽബേ പട്ടണത്തോട് അടുക്കുകയാണ്. മൊസൽബേയും വലിയ ചരിത്രമുള്ളൊരു പ്രദേശമാണ്. 1.5 ലക്ഷം വർഷം മുൻപ് മുതൽ മനുഷ്യവാസമുണ്ടായിരുന്ന പ്രദേശം. എന്നാൽ ആധുനിക ചരിത്രത്തിൽ മൊസൽബേയ്ക്ക് സുപ്രധാനമായ സ്ഥാനം ലഭിക്കുന്നത്
യൂറോപ്യന്മാർ ആദ്യം കാലുകുത്തിയ ആഫ്രിക്കൻ നാട് ഇതാണെന്നതിനാലാണ്. 1488 ഫെബ്രുവരി 3 പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസും സംഘവും വന്നിറങ്ങിയത് ഈ പ്രദേശത്താണ്. പോർച്ചുഗീസ് രാജാവായ ജോൺ രണ്ടാമന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് ഒരു വാണിജ്യപാത കണ്ടുപിടിക്കാനുള്ള യാത്രക്കിടെയാണ് ഡയസ് ഇവിടെ എത്തുന്നത്. 10 വർഷത്തിനു ശേഷം പോർച്ചുഗീസ് പര്യവേക്ഷകൻ വാസ്കോഡഗാമയും ഈ പ്രദേശത്ത് എത്തിയിരുന്നു. ഈ നേരെ മുന്നിൽ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹോട്ടൽ ഡയസ് 4 സ്റ്റാർ ഹോട്ടലാണ്. വണ്ടി അതിനു മുന്നിൽ പോയി നിന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഡയസ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്. റിസപ്ഷനിലേക്ക് കയറി ചെന്നു. ഞാൻ ഹോട്ടലിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. മനോഹരമായ ഒരിടത്താണ് ഹോട്ടൽ ഇരിക്കുന്നത്. നല്ല പുൽത്തകിടി. അത് ബീച്ചിലേക്കാണ് ചെന്നു ചേരുന്നത്. അവിടെ റെസ്റ്റോറന്റുകൾ, സ്വിമ്മിംഗ് പൂൾ, ബാർ, എന്റർടൈൻമെന്റ് ഏരിയകൾ. ഇവിടെ നല്ല തണുപ്പായി കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായ 3-4 ഹോട്ടലുകളുടെ ഒരു കോംപ്ലക്സ് ആണ് ഇവിടെയുള്ളത്. വൈകുന്നേരമായതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടമെല്ലാം വിജനമാണ്. പൂളിലൊന്നിറങ്ങണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നേരം സന്ധ്യയാവുന്നു. ചരിത്ര പ്രാധാന്യമുള്ളൊരു തീരമാണിത്. ഈ തീരത്തുകൂടിയാണ് പര്യവേക്ഷണങ്ങളുടെ കാലത്ത് പുതിയ പാതകളും നാടുകളും തേടി അനേകം സാഹസികർ കടന്നുപോയത്. തണുപ്പും കാറ്റും കൂടി വരുന്നു. ഞാൻ ഹോട്ടലിനുള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചു. ലോബിയിലേക്ക് കയറി ചെല്ലുമ്പോൾ സംഘാംഗങ്ങൾ കീയൊക്കെ വാങ്ങി റൂമുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 8 മണിക്കാണ് ഡിന്നർ. അപ്പോഴേക്കും എല്ലാവരും റെസ്റ്റോറന്റിലേക്ക് എത്തും. അതുവരെ വിശ്രമിക്കാം. ഞാൻ മുറിയിലേക്ക് കയറി ചെന്നു. മുറിയുടെ ബാൽക്കണി കടലിന്റെ കാഴ്ചകൾ ലഭിക്കും വിധമാണ്. സംഘത്തിലെ എല്ലാവർക്കും ഇങ്ങനെ കടൽ വ്യൂ ഉള്ള മുറികളാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് സഞ്ചാരത്തിന്റെ ടൂർ മാനേജർമാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും കടൽ കണ്ടുകൊണ്ടിരിക്കാം. ചരിത്രം കടന്നുപോയ കടലാണിത്. ആ കടലിലൂടെ സഞ്ചരിച്ചെത്തിയാണ് പോർച്ചുഗീസുകാരനായ ബർത്തലോമിയോ ഡയസ് കടൽ മാർഗം ആഫ്രിക്കയുടെ ദക്ഷിണ മുനമ്പ് ചുറ്റിക്കടന്ന പ്രഥമ യൂറോപ്യനായത്. വാസ്കോഡിഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ നേരെ മുന്നിൽ കാണുന്ന ആ കടലിലൂടെ ആഫ്രിക്കൻ വൻകര ചുറ്റി ഇന്ത്യ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അങ്ങനെ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് ഇന്ത്യ തേടി വന്നവരെല്ലാം ആ കടലിലൂടെയാണ് കടന്നുപോയത്. തീരം വളരെ മനോഹരമാക്കിയിട്ടിരിക്കുന്നു. ഞാൻ തിരികെ മുറിയിലേക്ക് ചെന്നു. ഇന്നലെ രാത്രിയാണല്ലോ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെത്തിയത്. നല്ല ഹോട്ടലാണ്, നല്ല ഫെസിലിറ്റികൾ, നല്ല മുറി. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. നേരം ഇരുട്ടി വരികയാണ്. ഒന്ന് കുളിച്ചു. സംഘത്തോടൊപ്പം അത്താഴവും കഴിച്ചു. മുറിയിൽ വന്നു കിടന്നുറങ്ങി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് ജനലിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. കടലിന് മുകളിൽ കനത്ത മൂടൽമഞ്ഞ് പരന്നു കിടക്കുന്നു. കാലാവസ്ഥ ആകെ മാറി. ഭീകരമായ കാറ്റ്, ചാറ്റൽ മഴയുമുണ്ട്. ഇന്നത്തെ സഞ്ചാരം മോശമാകുമോ എന്ന് സംശയമായി. മറുവശത്തും ഞങ്ങൾ താമസിക്കുന്ന തരത്തിലുള്ള 3-4 ഹോട്ടലുകളുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലോബിയിലേക്കെത്തി. എന്റെ സഹയാത്രികരൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതേയുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് നോക്കി. പുറത്ത് ചാറ്റൽ മഴയാണ്, നല്ല തണുപ്പും. ചെന്ന് ബസ്സിലേക്ക് കയറി. പാറ്റ് രാവിലെ തന്നെ ബസ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പുറപ്പെട്ടു. പക്ഷേ മഴയായതുകൊണ്ട് ഇന്ന് ചിത്രീകരണം അത്ര ഭംഗിയാവില്ല. ചാറ്റൽ മഴയും ചെറിയ മൂടൽ മഞ്ഞുമുണ്ട്. നല്ല തണുപ്പുമാണ് രാവിലെ. സൗത്ത് ആഫ്രിക്കയിൽ ജനുവരി ഫെബ്രുവരിയൊക്കെ സമ്മർ മാസങ്ങളാണ്. വടക്കൻ യൂറോപ്പിൽ തണുപ്പായിരിക്കുമ്പോൾ തെക്കൻ ഹെമിസ്ഫിയറിലെ ഈ പ്രദേശത്തൊക്കെ ചൂടായിരിക്കും. പക്ഷേ ഇപ്പോൾ നല്ല തണുപ്പാണ്. ഓട്ട്ഷോൺ എന്ന പട്ടണത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ആ പട്ടണത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുറച്ചു കാഴ്ചകളിലേക്ക് പോകണം. ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. 2 മണിക്കൂറിന്റെ യാത്ര.
മലമ്പാതകളിലൂടെയാണ് പോകേണ്ടത്. ഞാൻ ഡ്രൈവറിന് സമീപം താഴെ ഗൈഡുമാർ ഇരിക്കുന്ന സീറ്റിൽ പോയിരുന്നു. ഇവിടെ ഇരുന്നാൽ ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യമാണ്. പക്ഷേ അപ്പോഴും മഴ തടസ്സമായി നിൽക്കുന്നുണ്ട്. ചാറ്റൽ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമാണ്. കുറച്ചു കഴിയുമ്പോൾ നേരെയാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം കാണുന്നത്. ബസ് ഒരു മല കയറുകയാണ്. ഒട്ടനിക്വ പർവ്വതത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ വരെ ഉയരമുള്ള പർവ്വതമാണിത്. ഒട്ടനിക്വയുടെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മൂന്നാറിലേക്ക് എത്തിയതുപോലെയാണ്. കോടമഞ്ഞിറങ്ങുന്ന മലഞ്ചെരുവുകൾ. ഒട്ടനിക്വയിലെ റോബിൻസൺ പാസ് എന്ന മലമ്പാതയാണിത്. ഒരു സീനിക് റൂട്ടാണ് റോബിൻസൺ പാസ്. ഒരു ഭാഗത്ത് പാറക്കെട്ടും മറുഭാഗത്ത് അഗാധമായ ഗർത്തവുമൊക്കെയുള്ള മലമ്പാത. മൂടൽമഞ്ഞ് കാരണം അതിന്റെ സൗന്ദര്യം പൂർണ്ണമായി ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. ഓട്ട്ഷോൺ പട്ടണവും പിന്നിട്ട് കാങ്കോ എന്ന വലിയൊരു ഗുഹാസമുച്ചയം കാണാനാണ് ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത്. അതിനുശേഷം ഒരു ഒട്ടകപക്ഷി ഫാം കാണണം. പിന്നെ ഇവിടുത്തെ കാർഷിക ജീവിതം കണ്ടറിയണം. ഒട്ടനിക്വ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് മലയിറക്കം തുടങ്ങുമ്പോഴേക്കും കാലാവസ്ഥ മാറി. മഴയും മഞ്ഞും ഒന്ന് ശമിച്ചു. അതായത് ഒട്ടനിക്വ പർവ്വതത്തിന്റെ ഒരു ചെരുവിൽ മൂടൽമഞ്ഞും മഴയുമാണെങ്കിൽ മറുചെരുവിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. മഴ തോർന്നിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്യരായ കർഷകർ ഈ മേഖലയിലേക്ക് എത്തിയത്. ബാർലിയും ഗോതമ്പുമായിരുന്നു ആദ്യകാലത്തെ കൃഷി. വൈനും ബ്രാൻഡിയും ഉണ്ടാക്കാനാണ് അത് ഉപയോഗിച്ചിരുന്നത്. ആ കുടിയേറ്റ കർഷകരിൽ ധാരാളം ജൂതന്മാരും ഉണ്ടായിരുന്നു. അവരാണ് ഇവിടെ ഒട്ടകപക്ഷി ഫാമുകൾ തുടങ്ങിയത്. ബസ് യാത്ര എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. പലരും പാട്ടുപാടുന്നു, കഥകൾ പറയുന്നു, വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഒരു കുടുംബ കൂട്ടായ്മ പോലെയാണ് യാത്ര. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള ആൾക്കാരുണ്ട് ഈ സംഘത്തിൽ. ഡച്ചുകാരാണ് ഓട്ട്ഷോൺ പ്രദേശത്തേക്കെത്തിയ ആദ്യ യൂറോപ്യർ. അവർ ഇവിടെ ഫാമുകൾ സ്ഥാപിച്ച് വിവിധ കൃഷികളിൽ ഏർപ്പെട്ടു. താമസിയാതെ ബ്രിട്ടീഷുകാരും ഇവിടേക്കെത്തി. ഇരു കൂട്ടരും തമ്മിൽ ഈ പ്രദേശത്തിനു വേണ്ടി ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഭൂപ്രകൃതിയാണ് ഓട്ട്ഷോൺ മേഖലയുടെ പ്രത്യേകത. സൗത്ത് ആഫ്രിക്കയിൽ പലയിടത്തും പല ഭൂപ്രകൃതിയാണ്. വരണ്ട ഒരു പ്രദേശമാണിവിടം. ഒട്ടകപക്ഷികളെ വളർത്തുന്നതിനും മറ്റും അനുകൂലമായ ഭൂപ്രകൃതി. വരണ്ട ഒരു ആഫ്രിക്കൻ സ്വഭാവം തന്നെയാണ് മണ്ണിനും പ്രകൃതിക്കുമൊക്കെ. കൃഷിക്ക് അത്ര അനുയോജ്യമായ പ്രകൃതിയല്ല. അതുകൊണ്ടാണ് ഒട്ടകപക്ഷി ഫാമുകൾ ഇവിടെ കൂടുതലായി വരാൻ കാരണം. ഇത്തരം പ്രദേശത്ത് വിജയിക്കുന്ന കൃഷികളെല്ലാം വെള്ളക്കാർ ഇവിടെ പരീക്ഷിച്ചിരുന്നു. പുകയില കൃഷിയായിരുന്നു അതിലൊന്ന്. എന്നാൽ ഓട്ട്ഷോണിന്റെ സാമ്പത്തിക നിലയിൽ വലിയ കുതിപ്പുണ്ടാക്കിയത് ഒട്ടകപക്ഷി ഫാമുകളാണ്. 1864 ഓട്ട്ഷോണിൽ ആദ്യത്തെ ഒട്ടകപക്ഷി ഫാം തുടങ്ങുന്നത്. അക്കാലത്ത് ആകെ 80 ഒട്ടകപക്ഷികളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 10 വർഷം കൊണ്ട് ഓട്ട്ഷോണിലെ ഒട്ടകപക്ഷികളുടെ എണ്ണം 20,000 1869 ആർതർ ഡഗ്ലസ് എന്നയാൾ ഓസ്ട്രിച്ച് എഗ് ഇൻക്യുബേറ്റർ വികസിപ്പിച്ചെടുത്തതോടെ ഓട്ട്ഷോണിൽ ഒട്ടകപക്ഷികളുടെ ഫാമുകളുടെ സുവർണകാലം തുടങ്ങുകയായിരുന്നു. ഫാമുകൾ എങ്ങനെ കൂടുതൽ ലാഭകരമാക്കാമെന്ന് അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാരെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒട്ടകപക്ഷിയുടെ തീറ്റയായിരുന്നു പ്രധാന പ്രശ്നം. അതിന് വലിയ തോതിൽ ധാന്യങ്ങൾ ആവശ്യമായി വന്നു. അക്കാലത്താണ് ഓട്ട്ഷോണിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന ഷോൾസ് തന്റെ ഫാമിലെ ഒട്ടകപക്ഷികൾക്ക് ഭക്ഷണമാക്കാൻ യൂറോപ്പിൽ നിന്ന് അൽഫാൽഫ എന്ന ചെടി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ലുസേൺ എന്നുകൂടി പേരുള്ള ആ ചെടി ഒട്ടകപക്ഷികളുടെ ഇഷ്ടഭക്ഷണമായി. താമസിയാതെ ഓട്ട്ഷോണിൽ ആൽഫാൽഫ വലിയ തോതിൽ കൃഷി ചെയ്തു തുടങ്ങി. ശരിക്കും ഓട്ട്ഷോണിനെ വളർത്തിയത് ഒട്ടകപക്ഷികളാണ്. ഓട്ട്ഷോൺ പട്ടണത്തിലേക്കെത്തി. തരക്കേടില്ലാത്തൊരു പട്ടണമാണ്. ചെറിയൊരു എയർ സ്ട്രിപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് സിറ്റി ഹാളാണ്. ഓട്ട്ഷോൺ പട്ടണത്തിന്റെ സിറ്റി ഹാൾ. കല്ലുകൊണ്ട് പണിത നല്ല ക്ലാസിക് നിർമ്മിതികളാണ് അതെല്ലാം. വെള്ളക്കാർ അവരുടെ പ്രതാപകാലത്ത് പണിതതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോഴുമുള്ള കെട്ടിടങ്ങൾ. 60,000 പേരാണ് ഇപ്പോൾ ഈ പട്ടണത്തിലുള്ളത്.
അതിൽ 12% മാത്രമേ ഉള്ളൂ കറുത്ത വർഗ്ഗക്കാർ എന്നതാണ് ഒരു പ്രത്യേകത. ഒട്ടകപ്പക്ഷി ഫാമിങ്ങിലൂടെ വളർന്ന ഇത്തരമൊരു നഗരം ലോകത്ത് മറ്റെവിടെയുമില്ല. ഇവിടുത്തെ സമ്പന്നതയുടെ മുഴുവൻ കാരണം ഒട്ടകപ്പക്ഷിയായിരുന്നു. ഒട്ടകപ്പക്ഷി ഫാമിന്റെ ലോക തലസ്ഥാനം എന്നാണ് ഓട്ട്ഷോൺ അറിയപ്പെടുന്നത് തന്നെ. ഒട്ടകപ്പക്ഷി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്ന കാലത്തെ ട്രേഡിംഗ് ഓഫീസുകൾ, അന്നത്തെ പള്ളികൾ, പ്രമുഖമായ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ അതെല്ലാം ഇവിടെ കാണാം. ഒരു നൂറ്റാണ്ട് മുമ്പത്തെ ചരിത്രവുമായി നിൽക്കുന്ന കെട്ടിടങ്ങളാണ് കൂടുതലും. ഇപ്പോഴും ഒട്ടകപ്പക്ഷികൾ ഓട്ട്ഷോൺ നഗരത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരുന്നുണ്ട്. ഓസ്ട്രിച്ച് ഫാം ടൂറിസത്തിലൂടെയാണ് അതിലേറെയും. ഓട്ട്ഷോൺ ടൗണിൽ ഞങ്ങൾ ഇറങ്ങുന്നില്ല. അവിടവും പിന്നിട്ട് കാംഗോ കേവ്സ് എന്ന ഗുഹാസമുച്ചയം കാണാൻ പോവുകയാണ്. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ ഇനിയൊരു 28 കിലോമീറ്റർ കൂടി പോകണം കാംഗോ ഗുഹകളിലേക്ക്.